പോലെയും ഒക്കെ ഒരു കുഞ്ഞ് ബാലനുണ്ടായിരുന്നു. അവന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ അവനെ കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ടത്. അപ്പൊ അവന് എന്താണ് അമ്മയുടെ കഷ്ടപ്പാടും വേവലാതിയൊക്കെ കണ്ടാണ് അവൻ വളർന്നു വന്നത്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ട എല്ലാവരും അങ്ങോട്ടാ. മുഖം ഇവിടെ ആരും കണ്ടിങ്ങനെ ഇങ്ങോട്ട് നോക്കണേ. അപ്പൊ ഒരു ബാലന്റെ കഥയെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കുഞ്ഞു ഗ്രാമത്തില് ഒരു കുഞ്ഞു കുടിലായിരുന്നു ആ ബാലന്റെ വീട്. അവന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കുഞ്ഞിന് എന്താണ് ഇങ്ങനെ പഠിക്കാൻ പോകാനും അതുപോലെ അവന് വലിയ ആളാവാൻ ഇതൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് വരുന്നത് എല്ലാവരും നല്ല വലിയ ആൾക്കാരായി നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ലൊരു ഭാവി വേണമെന്നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നേ. അതുപോലെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളില്ലേ? അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ. അതുപോലെ നമ്മുടെ ഈ കഥയിലെ ഈ കുട്ടിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവനവന്റെ അമ്മേനെ കഷ്ടപ്പെടാതെ നോക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഒരു ഇതും ഇല്ല അല്ലെ? നമുക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായാലേ ജീവിതത്തിന് ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ അല്ലെ? എന്ത് ഇങ്ങനെ അങ്ങ് നടന്നു പോയാൽ മതിയോ? ഇങ്ങനെ കുഞ്ഞു പിള്ളേരായാൽ മതിയോ? മതിയോ? ചോറൊക്കെ കഴിച്ചിട്ട് കൊച്ചിനൊക്കെ മതിയോ? മോന്റെ പേരെന്നാ? അനക്ക. അനക്കത് മതി. അനക്കെ അല്ല, നമ്മളെ വലിയ ആൾക്കാരാണ് അല്ലേ? നമുക്കും ആഗ്രഹങ്ങളില്ലേ? വലിയ വീട് വേണം അല്ലേ? നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അതുപോലെ ഈ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ ഈ ആഗ്രഹം കണ്ട് ഇവന്റെ അമ്മ ഇവനെ ഒരു സ്കൂളിലാക്കി. അവന് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? അവനെ സ്കൂളിലോട്ട് വിട്ടു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ കുട്ടികള് പുതിയ ബാഗുകള്, ബുക്കുകള്, അതുപോലെ പുതിയ ചെരുപ്പുകള്, പുതിയ ഉടുപ്പുകള് ഇതൊക്കെ കൊണ്ട് വരുന്നവന് ഇങ്ങനെ നോക്കി നിന്നു. കാരണം എന്താണ്? ഇവനതൊന്നും ഇല്ലായിരുന്നു. ഒരു ഷർട്ടും അല്ലെങ്കിൽ ഒരു പാന്റോ ഒരു ചെരുപ്പ് പോലും ഇല്ലായിരുന്നായിരിക്കാം കുഞ്ഞിനല്ലേ? അപ്പം അവന്റെ ഈ ഇതെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരായിരുന്നു അവന്റെ കൂട്ടുകാരൻ. അങ്ങനെ ഒരു ദിവസം ഇവന്റെ കൂട്ടുകാരൻ കൂട്ടുകാരന്റെ പേര് അശ്വിൻ നമുക്ക് കൊടുക്കാം. അപ്പൊ ജുവാനെന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അശ്വിന് നമുക്കിപ്പോ അശ്വിനെന്ന് കൊടുക്കാവേ കേട്ടോ. അപ്പോ അശ്വിൻ പറയുക, എന്റെ മാളികപ്പുറം പോലെ വലിയൊരു വീടാണ്. എങ്ങനത്തെ വീടാ? വലിയൊരു വീട്. അപ്പൊ കുട്ടൻ പറയുക, അങ്ങനൊക്കെ വീടുണ്ടോ എന്ന് ചോദിക്കുക. കുട്ടൻ എന്താണ്? കുട്ടന് ഓല കൊണ്ടുള്ളൊരു ചെറിയ വീട്ടിലായിരുന്നു കുട്ടൻ താമസിക്കുന്നല്ലേ? അപ്പൊ കുട്ടനും അങ്ങനൊക്കെ വീട് വേണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പൊ ഒരു ദിവസം അശ്വിൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം നിന്നെ എന്ത് ചെയ്യാം, എന്റെ വീട്ടില് കൊണ്ടുപോകാം. അപ്പൊ ഇതൊക്കെ കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇവര് ക്ലാസ് എല്ലാം കഴിഞ്ഞ് സ്കൂൾ വിട്ട് പോയപ്പോ അശ്വിൻ കുട്ടനെ കൂട്ടി ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്, സെറ്റിപ്പിനായിട്ട് കുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അശ്വിൻ എന്ത് ചെയ്തു? കുട്ടനെ കൂട്ടി അശ്വിന്റെ വീട്ടിലേക്ക് നടന്ന് അവര് പോയി. അശ്വിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുട്ടൻ അന്തം വിട്ട് നോക്കുവോ? എങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഇവിടെ ഒരാള് കണ്ണൊക്കെ എങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഇങ്ങനെ കണ്ണൊക്കെ തള്ളി വന്നു അന്തം വിട്ട് നോക്കി. അന്തം വിട്ട് നോക്കിയപ്പോഴത്തേക്കിന് എന്താ, അവൻ കാണാത്ത രീതിയില് ഭയങ്കര വലിയ മനോഹരമായിട്ടുള്ള ഒരു വീട് അല്ലേ? ആ വീട് കാണിക്കാൻ വേണ്ടിയല്ലേ കുട്ടനെ കൊണ്ടുപോയത് അശ്വിൻ അല്ലേ? ചുമ്മാനെ എന്നെ കേട്ടോ കേട്ടോ. വലിയ വീട്. അശ്വിന്റെ വീട് അങ്ങനത്തെ വീടാ? ചെറിയ വീട്. ആ വീടിനകത്ത് ഒരു ഡോഗ്. ഡോഗിന് ഒരു പാത്രവും ഉണ്ടായിരുന്നു. ആ പാത്രത്തിനകത്ത് നിറച്ചും ഫുഡായിരുന്നു. അപ്പൊ അശ്വിൻ അതെല്ലാം കണ്ട് എന്ത് ചെയ്തു? അസൂയ തോന്നി അല്ലേ? ഈ പട്ടിക്ക് ഇങ്ങനെ ഫുഡൊക്കെയാണ്
അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതെല്ലാം കഴിഞ്ഞ് കുട്ടൻ നേരെ അവൻ സ്കൂളിലേക്ക് പോയപ്പോഴത്തേക്കിനും ടീച്ചർ അവനോട് അല്ലെ എല്ലാ കുട്ടികളോടും അവനോട് ആഗ്രഹങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പൊ കുറെ പേര് പറഞ്ഞു. ഇപ്പൊ അർജുൻ പറഞ്ഞതുപോലെ എനിക്ക് പോലീസ് ആവണം, ആതിര പറഞ്ഞ പോലെ എനിക്ക് പട്ടാളക്കാരനാവണം, അതുപോലെ സിയ പറഞ്ഞു എനിക്ക് വനിതാ പോലീസ് ആവണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് കുട്ടൻ എണീറ്റ് നിന്ന് ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം കേട്ട് എല്ലാരും ചിരിച്ചു. എന്തായിരിക്കും ആ കാര്യം? എന്തായിരിക്കും ആ കാര്യം? കാര്യം എന്ന് പറയുന്നത് എനിക്ക് അശ്വിന്റെ വീട്ടില് പട്ടിക്കുട്ടി ആയാൽ മതി എന്നായിരുന്നു അവന്റെ ആഗ്രഹം. അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ആ പട്ടിക്കുട്ടിയുടെ ആ ഒരു ജീവിതം കണ്ടല്ലേ അവൻ അസൂയ തോന്നിയല്ലേ? ആ പട്ടിക്കുട്ടിയുടെ ആ പാത്രത്തിൽ നിറച്ചും ഫുഡും അതുപോലെ ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ആ പട്ടിക്കുട്ടിക്ക്. അപ്പൊ അവൻ അത് കണ്ടപ്പോഴത്തേക്കിന് എന്താണ് എനിക്ക് അശ്വിന്റെ വീട്ടിലെ പട്ടിക്കുട്ടി ആയാൽ മതി എന്നായിരുന്നു അവന്റെ ആഗ്രഹം. എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളെ ഇപ്പൊ അർജുനൊക്കെ പറഞ്ഞു എനിക്ക് പോലീസ് ആവണം, എനിക്ക് പട്ടാളാവണം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടന്റെ ആഗ്രഹം എന്തായിരുന്നു? എനിക്ക് അശ്വിന്റെ വീട്ടിലെ പട്ടിക്കുട്ടി ആയാൽ മതി എന്നായിരുന്നു എന്താ ആഗ്രഹമല്ല. അപ്പൊ ഇതെല്ലാം കേട്ട് അവന്റെ കൂട്ടുകാരും അധ്യാപകരും ഒക്കെ ചിരിച്ചു. പക്ഷെ ആ ചിരി ഒന്നും അധിക നേരം ഉണ്ടായിരുന്നൊന്നുമില്ല. അതെന്നാന്നറിയാവോ? അവന്റെ കഷ്ടപ്പാടുകളൊക്കെ ആർക്കറിയായിരുന്നു? അവന്റെ കൂട്ടുകാർക്കും അധ്യാപകർക്കും ഒക്കെ അറിയായിരുന്നു. അങ്ങനെ ഈ കൂട്ടുകാരും അധ്യാപകരും ഇവര് പഠിക്കണോന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അവരെല്ലാരും എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ കുട്ടനെ എന്ത് ചെയ്തു? സഹായിച്ചു. എങ്ങനെയൊക്കെ സഹായിച്ചു? നല്ല ഉടുപ്പ് കൊടുത്ത് സഹായിച്ചു കാണും, അതുപോലെ നല്ല ഫുഡ് കൊടുത്ത് സഹായിച്ചു കാണും, അതുപോലെ പഠിക്കാൻ വേണ്ടിട്ട് അവൻ ഓരോ ഡൊണേഷനും അതുപോലെ പൈസയും അങ്ങനെയൊക്കെ കൊടുത്ത് സഹായിച്ചു കാണും അധ്യാപകരൊക്കെ. ഒരാള് വായിക്കോട്ടൊക്കെ വിട്ട് എന്റെ കഥ കേട്ട് ഇവിടെ ഒരാൾ ഉറങ്ങി. എന്തുവാ അതില് ഉറക്കം വരുന്നുണ്ടോ? അതന്നെ ഇപ്പൊ വിടാവേ. ഇപ്പൊ നമുക്ക് ജ്യൂസും ചായയൊക്കെ കുടിക്കാം കേട്ടോ. അപ്പൊ അതുപോലെ എന്താണ് ഇവനെ സഹായിച്ചു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? പഠിച്ച് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് അവൻ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. ആ അമ്മ കഷ്ടപ്പെട്ട് പഠിച്ച് അവൻ പഠിച്ച് നല്ല ഉയരങ്ങളിലേക്ക് എത്തി. അവൻ നല്ല വീടൊക്കെ വെച്ച് അശ്വിന്റെ ഒക്കെ വീട് പോലെ തന്നെ നല്ലൊരു മാളികപ്പുറം പോലത്തെ വലിയൊരു കൊട്ടാരം പോലത്തെ വീട് പണിതു. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്ത് അല്ലേ? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോ ജീവിതത്തിലും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ VBSൽ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തിനാ നിങ്ങൾ പറഞ്ഞു വിട്ടത്? എന്തിനാ പറഞ്ഞു വിട്ടേ? പഠിക്കാൻ അല്ലേ? പഠിക്കാനും എന്ത് ജ്യൂസും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പോവാനായിട്ടാണോ? അല്ല, ദൈവത്തെ അറിയാനായിട്ടല്ലേ? ഇപ്പൊ നമുക്ക് ഇപ്പൊ ആ കുട്ടികള് അശ്വിനെ എന്തുകൊണ്ടാണ് സഹായിച്ചത്? അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? എനിക്ക് അശ്വിനെ സഹായിക്കണം അല്ലെ, എനിക്ക് അവനെ പഠിപ്പിക്കണം അല്ലെ, എനിക്ക് അവന് വേണ്ടി ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ദിവസത്തെ ഫുഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ചെയ്യണം അല്ലേ? ഷെയറിംഗ് ഒക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കണം. അതുപോലെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഒരു സഹായം അല്ലേ? ഒരു കുട്ടിക്ക് ഒരു ബാഗില്ല, അവന് ബാഗ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു പേന, അല്ലെങ്കിൽ അവന് അന്നത്തെ ദിവസം എഴുതാൻ പേനയില്ല, അന്ന് എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതല്ലേ? അപ്പൊ അവനൊന്ന് പേനായോ റബ്ബറോ അല്ലെങ്കിൽ ഒരു പെൻസിലോ സ്കെയിലോ എന്തേലും വെച്ച് നിങ്ങൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സഹായിക്കുന്നവരായിരിക്കണം. എന്താ ജുവാനെ സഹായിക്കുവോ? ദേവോട് സഹായിക്കുവോ? സിയാ സഹായിക്കുവോ? സഹായിക്കണം കേട്ടോ. എല്ലാവരും ഇല്ലാത്തവർക്ക് കൊടുക്കണം. നമ്മൾ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ ഉള്ളവർക്ക് വീണ്ടും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇല്ലാത്തവർക്ക് നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ അടുത്തുള്ളവരാണെങ്കിൽ പോലെ നമ്മൾക്ക് അവര് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇന്ന് പഠിച്ചതിൽ വെച്ച് നമ്മുടെ ഉള്ളില് ആ കുട്ടന്റെ ജീവിതത്തിൽ എന്താണ്? അവൻ ഇങ്ങനെ വന്നപ്പോ അവന് ഒരു പ്രകാശം തോന്നി അല്ലേ? നമ്മുടെ ഈ തീം തന്നെ എന്തുവാ? തീം എന്തുവാ?
ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആര് ലൈറ്റ്? ആര് ലൈറ്റ്? യേശു. അപ്പൊ ആ കുട്ടനെന്ന് പറയുന്ന അവന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ടായിരുന്നു അല്ലേ? അവന് അതിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവന് കുറെ ആൾക്കാരെ വേണ്ടി വന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന പിള്ളേരെ പഠിക്കുമ്പോ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പഠിക്കാൻ ഭയങ്കര പാടുള്ള കുഞ്ഞുങ്ങൾ കാണും. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പഠിക്കാൻ മേലാത്ത കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ പഠിച്ച് അത് ഈ കുട്ടനെ പോലെ തന്നെ നിങ്ങൾ എന്താവണം? വലിയ ഉയരങ്ങളിലേക്ക് എത്തണം കേട്ടോ. അങ്ങനെ ഒരു മെന്റാലിറ്റി നമ്മുടെ ഉള്ളിലും വേണം. അർച്ചൻ കേൾക്കുന്നുണ്ട് അർച്ചനെ? നമുക്ക് ഇന്നൊരു വാക്യം പഠിക്കാതെ. യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന യേശു. ആരാ? ജീസസ്. ജീസസ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ആരാ? ജീസസ് അല്ലേ? അപ്പോ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചം ആകുന്നു.